ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ മൂവി റിവ്യൂ. നമ്മുടെ ടർബോ കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടർബോനെ പറ്റി പറയാനാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയേണ്ടത്, നമ്മുടെ മമ്മൂക്ക പണ്ട് തുടങ്ങി വെച്ചൊരു സാധനമുണ്ട് ബിഗ് ബിയിൽ പുള്ളി പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഓർമ്മയുണ്ട? കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കും, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണെന്ന്. ആ സാധനമാണ് മമ്മൂട്ടി ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. മനസ്സിലായ എന്താണെന്ന്? മലയാള സിനിമ പഴയ മലയാള സിനിമ അല്ലായിരിക്കും, പക്ഷേ മമ്മൂക്ക പഴയ മമ്മൂക്ക തന്നെയാണെന്നാണ് മൂപ്പര് ഇതിനകത്തൂടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറയുമല്ലോ കേസ്, ഇത് പൈസ മേടിച്ചിട്ടുള്ള തള്ളോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ പാവം പിടിച്ചൊരു പുതിയൊരു ചാനലാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്കൊരു ഒപ്പീനിയൻസ് തരണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയാം. സിനിമ കൊള്ളാം, സിനിമ കിടുക്ക സിനിമയാണ്. നിങ്ങൾ മസ്റ്റ് തിയേറ്റർ വാച്ചാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം ഈ സിനിമ. നല്ല ആക്ഷൻ പാക്ഡ്, എഫക്ട്സ് ഒക്കെ കിള്ളുവാണ്, ക്യാമറ വർക്കൊക്കെ കിള്ളുവാണ്. ക്യാമറ വർക്കിൽ ഒരു കാർ ചേസിൻ്റെ ഇടയിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സീക്വൻസിനകത്ത് ക്യാമറ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഒരു ട്രെയിനിൻ്റെ ഒരു പാലം, ആ പാലത്തിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ വന്ന് ഇങ്ങനെയൊക്കെ പോകുന്നു. കേട്ടുക്ക് കുറേ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ മൊത്തം മമ്മൂക്ക എന്ന് പറയുന്ന ആളിങ്ങനെ നിറഞ്ഞാടുവാണ്. അങ്ങേരുടെ ഒരു ഒറ്റ കഴിവ് കൊണ്ടാണ് ഈ സിനിമ എവിടെയെങ്കിലും എത്തുന്നതും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് അങ്ങേര് എൻ്റെ അറിയാം, ക്ലൈമാക്സിലൊക്കെ മൂപ്പര് ഒരു തൻ്റെ കാലും പിടിച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സീനൊക്കെ ഉണ്ട്. 65-70 വയസ്സായ ആ കിളവനാണെന്ന് ആലോചിക്കണം. നമുക്കൊക്കെ മറ്റേ റൊമാൻറ്റിഫിക്കേഷനാണ്. ഇങ്ങനെ എണീറ്റൊക്കെ നിൽക്കും രോമമൊക്കെ. കിടുക്ക് സിനിമ, അതായത് കിടുക്ക് എക്സ്പീരിയൻസ് ആണ് ആ ഒരു സാധനം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിടുക്ക് സിനിമയാണ്. ഇനി പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, അപ്പം കൂടുതൽ ഞാൻ വലുതായിട്ട് നീർക്കിപ്പിക്കാനൊന്നും പോകുന്നില്ല. ചെറിയൊരു റിവ്യൂ ആണത്, പക്ഷേ എല്ലാം കവർ ചെയ്യും. നമ്മളെല്ലാവരും ആവേശം സിനിമയൊക്കെ കണ്ട് ആവേശം മൂത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം മലയാളികൾക്ക് പലർക്കും പല ബെഞ്ച് മാർക്കുണ്ട്. നമ്മുടെ മെയിൻ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് മിക്കവർക്കും മെജോറിറ്റി ക്രൗഡിനും ആവേശമാണ്. കാര്യം പാൻ ഇന്ത്യ ഹിറ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്. ഇപ്പോഴും OTT ഇറങ്ങിയതിന് ശേഷം ആളുകൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ആവേശം. അതേപോലെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സൊക്കെ വന്നൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് പോയി. ഗോഡ് ലൈഫ് വന്നൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ട് പോയി. അതുപോലെ ഒരു ഭയങ്കര എക്സ്ട്രീമായിട്ട് കിടുക്കായിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഡയറക്ടറിനെ പറ്റി പറയാമല്ലോ, വൈശാഖ്, പോക്കിരി രാജയുടെ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമ തന്നെയാണ്. ആ പോക്കിരി രാജയിലെ പല എലമെൻസും പലയിടത്തും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പൃഥ്വിരാജിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, പൃഥ്വിരാജിനെ വിളിച്ചുകൊണ്ട് ശ്രേയയുടെ വീട്ടിൽ പെണ്ണിനെ വിളിച്ചിറക്കാൻ പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ആ സീനൊക്കെ ഇതിനകത്തും അതേപോലത്തെ സീൻസൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് കഥയുടെ സ്റ്റോറി തുടങ്ങുന്നത്. അപ്പം സിനിമ, ഞാൻ പറഞ്ഞു വന്നത്, സിനിമയ്ക്ക് നമ്മൾ ആ ഒരു പഞ്ചിൽ പോയി കാണരുത്. അത്രയും അങ്ങ് എക്സ്ട്രീം കിടുക്കാച്ച മൂവിയല്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈപ്പുള്ള മൂവിയല്ല. മൂവി ഒരു എബോവ് ആവറേജ് മൂവി തന്നെയാണ്. എൻ്റെ ഒരു റേറ്റിംഗ്, ഞാനൊരു 4 സ്റ്റാറൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ അടുത്ത് സത്യസന്ധമായി റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.75 അല്ലെങ്കിൽ 4 വരെയൊക്കെ കൊടുക്കും ഞാൻ. എന്നും പറഞ്ഞ് ബിലോ ആവറേജ് സിനിമയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. OTT ഒരിക്കലും കാണാനിരിക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇതിപ്പം. കാര്യം അത്രയ്ക്ക് കിടലാണ്. അതിൻ്റെ സ്റ്റണ്ടും ആക്ഷനും സൗണ്ട് എഫക്ട്സും ഒക്കെ നല്ല എഫക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കഥ നല്ല ഒരു കഥയാണോ എന്ന് ചോദിച്ചാൽ, സ്ക്രിപ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. പക്ഷേ ആ സ്ക്രിപ്റ്റിന് ഇത്രയും കിടുക്കാക്കി വെച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു സിംഗിൾ അണ്ണൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ് ഇതിങ്ങനെ ആക്കിയേക്കുന്നത്. അത് നമ്മൾ ഹാറ്റ്സ് ഓഫ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിക്രമിഫിക്കേഷൻ, അതാണ് എൻ്റെ കറക്റ്റ് വാക്ക് കേട്ടോ. നമ്മുടെ ലോകേഷിൻ്റെ വിക്രം സിനിമ അറിയാമല്ലോ, ഒരു വിക്രമിഫിക്കേഷനാണ് ഇതിനകത്തൂടെ നമ്മുടെ വൈശാഖും മമ്മൂട്ടി കമ്പനിയും മേ ബി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യം സിനിമ നടക്കുന്നത് മെജോറിറ്റി ചെന്നൈയിലാണ്. അതൊക്കെ പറയുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. മെജോറിറ്റി ചെന്നൈയിലാണ്. പിന്നെ ഒരു വലിയ വിക്രമിനകത്തുള്ള പോലത്തെ ഒരു വലിയൊരു വില്ലൻ, നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വില്ലൻ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല സൂപ്പറായിട്ടുള്ളൊരു സസ്പെൻസ് ക്ലൈമാക്സിലുണ്ട് മക്കളെ. അതിൽ എല്ലാവരും ക്ലിയാവും. ആ ക്ലൈമാക്സ് നമ്മൾ അതുവരെ ഇങ്ങനെ വിചാരിക്കുക സിനിമ തീർന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ക്ലൈമാക്സിലൊരു സാധനം കൊണ്ടുവന്നങ്ങ് വെക്കും. ആ സാധനം കഴിയുമ്പോൾ ഒരു സൗണ്ട് അങ്ങനെ കേൾക്കും. ആ സൗണ്ട് ഇത് നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് സിനിമ പാർട്ട് 2 പൊളിയായിരിക്കും ഈ സിനിമയുടെ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഫസ്റ്റിനേക്കാളും ഹിറ്റാകാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. കാര്യം അതാണ് ആ സാധനം. അത് നിങ്ങൾ പോയി കാണും. അത് ഞാൻ സർപ്രൈസ് വിളിക്കുന്നില്ല. പക്ഷേ സിനിമ ഇതിലും നല്ലതുപോലെ എടുക്കാമായിരുന്നു.
അതാണ് ഇനി തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ പറയുമ്പം സിനിമ ഇതിലും വളരെ നല്ലതുപോലെ എടുക്കാമായിരുന്നു. കാര്യം ഇതിനകത്ത് നമുക്ക് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടും ലാഗുണ്ട്, പലയിടത്തും ലാഗുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ നമുക്ക് കുറച്ച് പടം ലാഗിയായിട്ടൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ നമ്മളെ വെറുതെ ഇരുത്തി ബോറടിപ്പിക്കത്തില്ല. പക്ഷേ എന്താണ് അതിന് വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കുറേ പഞ്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്നിക്കലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ സിനിമയും കളർ സ്കീംസും കാര്യങ്ങളൊക്കെ നല്ല കിടുക്ക് കളർ സ്കീംസിലൊക്കെയാണ്. ND ഫിൽറ്ററൊക്കെ ഇട്ടാണ് സിനിമ ഇപ്പോൾ എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അകത്തെ ഇൻഡോർ ഷോട്ട്സിൽ പോലും ND ഫിൽറ്ററൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെന്തിനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. അത് പോട്ടെ. അപ്പം കളർ സ്കീംസൊക്കെ നല്ല കിടുക്ക് കളർ സ്കീംസാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്ന ഒരു വിഷയം, ഈ സിനിമേനെ കുറച്ചും കൂടെ നമുക്കൊന്ന് കിടുക്കായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ല. അതാ ഇപ്പോൾ നമ്മൾ ആരെയും ഇതാക്കി പറയേണ്ട, ഡയറക്ടറിനാണോ ടെക്നിക്കൽ ടീമാണോ അങ്ങനെയുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷേ നല്ല കുറച്ച് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. കാര്യം ഇപ്പം നമ്മുടെ മലയാളം സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഏത് ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളവരുണ്ട്. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബെഞ്ച് മാർക്കിന് ഇനി ഒരിക്കലും താഴെ പോകരുതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിലുള്ള ഏത് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഈ ഒരു കാര്യം നോക്കി പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ പടം ഫെയിലായി പോകും. അപ്പം ഇത് ഫെയിലാവുമെന്നല്ല കേട്ടോ എന്നും പറഞ്ഞ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ ഓഡിയൻസിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇന്നത്തെ ഓഡിയൻസ് ആ ഒരു എക്സ്പെക്റ്റേഷനിലേ വരുള്ളൂ, ആ ബെഞ്ച് മാർക്ക്. അപ്പോൾ ആ ബെഞ്ച് മാർക്കിനനുസരിച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല. പക്ഷേ സിനിമ എന്നും പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, സിനിമ കൂതറ സിനിമയാണെന്നല്ല പറയുന്നത്. സിനിമ സൂപ്പറാണ്. നമ്മുടെ റൊഷാക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. റൊഷാക്കിനേക്കാളൊക്കെ വേറെ സെഗ്മെൻറ്റിലാണ് സിനിമ. റൊഷാക്ക് പോലെ അല്ല, റൊഷാക്കിൻ്റെയൊക്കെ വേറൊരു എക്സ്ട്രീമിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഇതിനകത്ത് ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കിടുക്ക് സിനിമയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സിനിമയിൽ കാണാം.